إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. സ്നേഹനിറഞ്ഞ വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ കൃത്യമായ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ എന്നുള്ളത് അത് ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ അല്ലാഹു അവതീർണമായത് ആ മാസത്തിലാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു വളരെ കൃത്യമായ രൂപത്തിൽ കൂടി അല്ലാഹു പറയുന്നു, ശഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. ശുദ്ധമായ അല്ലാഹുവിന്റെ ആ വേദഗ്രന്ഥം ഖുർആൻ അവതീർണമായത് ആ മാസത്തിലാണ്. ഖുർആൻ എന്തിനു വേണ്ടിയാണ് അല്ലാഹു അവതീർണമാക്കിയത്? ഖുർആൻ അല്ലാഹു എന്തിനു വേണ്ടിയാണ് ഇറക്കിയത്? ഹുദൽ ലിന്നാസ്, മനുഷ്യരുടെ ഹിദായത്തിന് വേണ്ടി, മാർഗദർശനത്തിന് വേണ്ടി. നമ്മൾ ഖുർആൻ എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നു, അത് ഖത്തം തീർക്കുന്നു, ആ ഖത്തം നമ്മൾ കേൾക്കുന്നു. അതിനപ്പുറം നമ്മൾ ഖുർആനിന്റെ ഒരു ഹിദായത്ത് നമ്മൾക്ക് കിട്ടുന്നില്ല. ജീവിതത്തിന്റെ ഒരു രംഗത്തും ഹിദായത്ത് കിട്ടാതെ പോകുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ ഹിദായത്ത് കിട്ടുന്നില്ല. നമ്മളെ കുടുംബരംഗത്ത് ആ ഹിദായത്ത് കിട്ടുന്നില്ല. നമ്മുടെ ദാമ്പത്യ രംഗത്ത് ആ ഹിദായത്ത് കിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ, കച്ചവട രംഗമാട്ടെ, ആ രംഗത്തൊന്നും നമ്മൾ ഖുർആന്റെ ഹിദായത്ത് കിട്ടാതെ ജീവിക്കുമ്പോൾ ആ ഖുർആൻ ഇറക്കിയ അതിന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. അള്ളാഹു പവിത്രമായൊരു മാസത്തെ തെരഞ്ഞെടുത്ത് എന്നിട്ട് ആ മാസത്തെ അള്ളാഹു ഖുർആൻ ഇറക്കുന്നു, വളരെ ഗൗരവമായി ഇറക്കുന്നു. ആ പരിശുദ്ധമായ ഖുർആൻ ഒരു മലയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ മല പോലും അത് കിടുകിടാ വറക്കുന്നു. ലോ അൻസൽനാ ഹാദൽ ഖുർആന അലാ
ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. വിശുദ്ധമായ ഖുർആൻ ഒരു വലിയ പർവ്വതം, വലിയ അല്ലാഹുവിന്റെ സൃഷ്ടിയായ ആ പർവ്വതം, വളരെ ഉറച്ച, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചാഞ്ഞുപോകാത്ത ഉറച്ച പർവ്വതത്തിന്റെ മുകളിൽ പരിശുദ്ധമായ ഈ ഖുർആൻ അല്ലാഹു ഇറക്കിയാൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ, അതിങ്ങനെ കടകടാവറക്കും. എത്ര നമ്മുടെ നാട്ടിൽ എത്ര ഹാഫിളുണ്ട്, അതല്ലാത്തവരുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ചെറിയ ഹൃദയത്തിൽ ഖുർആൻ നമ്മൾക്ക് അത് മനഃപ്പാടമാക്കിയിട്ട് ജീവിതത്തിൽ അതുമായി ഒരു ബന്ധമില്ല, അതിനെ ഗൗനിക്കുന്നില്ല. ജീവിതത്തിൽ ആ ഖുർആനുമായി ഒരു കുലബന്ധമില്ലാതെ അവന്റെ ഖുർആന്റെ മനഃപ്പാടം വേറെ, ജീവിതം വേറെ. ഖുർആന്റെ മനഃപ്പാടം വേറെ, സ്വഭാവം വേറെ, അവന്റെ ഇടപാടുകൾ വേറെ, എല്ലാം മാറി മാറി ഖുർആനുമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഖുർആന്റെ അർത്ഥവ്യാപ്തി. ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. എല്ലാ മനുഷ്യർക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല, ലോകത്ത് കടന്നു വന്ന ഏതെല്ലാം മനുഷ്യരാശിയുടെ മുഴുവൻ മനുഷ്യർക്കും, അത് കറുത്തവനാട്ടെ, വെളുത്തവനാട്ടെ, സമ്പത്തുള്ളവനാട്ടെ, സമ്പത്തില്ലാത്തവനാട്ടെ, ഏതവസ്ഥയിൽ ജനിച്ച ആൾ ഉണ്ടായാലും എല്ലാവർക്കുമുള്ള ഒരു മാർഗദർശനമാണ് പരിശുദ്ധമായ ഖുർആൻ. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഹിദായത്ത് വൽ ഫുർഖാൻ, എല്ലാം വേർതിരിക്കുന്ന, ഏതാണ് ഹറാമ്, ഏതാണ് ഹലാല്, ഏതാണ് മാസിയത്ത്, ഏതാണ് നല്ല കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായി വേർതിരിക്കുന്ന, മനുഷ്യർക്ക് ഒരു നിലക്കുമുള്ള സംശയമില്ല നിലക്ക്, അല്ലേ, ഒരു സംശയമില്ല നിലക്ക് കൃത്യമായി വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ആ നിലക്ക് മനസ്സിലാക്കണം. എത്ര ഖുർആൻ കേട്ടാലും എത്ര ഖുർആൻ പഠിച്ചാലും മനസ്സിലായാലും നമ്മൾക്ക് ഖുർആൻ അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു, എന്റെ അടുക്ക ധാരാളം സ്വർണമുണ്ട്, സ്വർണം മാത്രമല്ല ആ നിലക്കുള്ള എല്ലാ നിലക്കുള്ള സ്വർണത്തിന്റെ ആഭരണങ്ങളുണ്ട്, പക്ഷേ ഇതിന്റെ മുഴുവൻ നിന്നും സക്കാത്ത് കൊടുക്കണം ചോദിക്കുന്നു. അതറിയാത്തവരല്ല ചോദിക്കുന്നത്. അവന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, ഭാര്യക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, പക്ഷെ ആ സ്വർണം അവന്റെ ഉടമസ്ഥയിലുള്ള സ്വർണമാണ്, അതിന് മുഴുവനായി കൊടുക്കണോ? ഭാര്യക്കും മകൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൊടുത്താൽ മതിയോ? കാരണം എന്താ? ഖുർആന്റെ ആ സത്യം അസത്യം വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിയ ഖുർആൻ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ നമ്മൾ തയ്യാറായില്ല. ആ തയ്യാറായിരുന്നപ്പോൾ നമുക്ക് പല സംശയങ്ങളും കടന്നു വരികയാണ്. അത് കൃത്യമായി മനസ്സിലാക്കാനോ സത്യവും അസത്യവും വേർതിരിക്കുന്ന പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ 3 കാര്യങ്ങൾ, അതിന് അല്ലാഹു ഏറ്റവും വലിയ 3 അനുഗ്രഹങ്ങൾ നൽകാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മാസമാണ് ഈ റമദാൻ. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ അവതരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മാസമാണ് ഈ റമദാൻ. ഇബ്തിദാഉ നുസൂൽ ഖുർആൻ ഫി ശഹ്ർ റമദാൻ വൽ ബാഖി അൻസല ഫി ശുഉൽ ആം. ഇന്നൽ ഖുർആൻ ജുംലതൻ നസല ബിജുംലത്തിൻ വാഇല السماء الدنيا ഫി ലൈലത്തിൽ ഖദ്ർ. ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ മൊത്തമായി ലൈലത്തുൽ ഖദ്ർ അല്ലാഹു ഇറക്കി. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നസല ബഅദ മുനജ്ജിമൻ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബൽ ളുറൂഫി വൽ മുഖ്തദിയാത്തിൽ അഹ്വാൽ. അപ്പം ഈ ഖുർആൻ തന്നെടുത്ത് രണ്ടാമത് ആ ലൗഹുൽ മഹ്ഫൂദിന് ആവശ്യാനുസരണം അല്ലാഹു ഉണ്ടാക്കി, അല്പമായി ആവശ്യാനുസരിച്ച് അല്ലാഹു ആ ഖുർആൻ ഇറക്കി കൊടുത്തു. അതാണ്. അതുകൊണ്ട് ഖുർആൻ അല്ലാഹു സെലക്ട് ചെയ്ത ഒരു മാസമാണ് ഏത്? ഈ റമദാൻ. രണ്ടാമത്തെ അനുഗ്രഹം എന്നുള്ളത്,
രണ്ടാമത് അനുഗ്രഹം അത് ഇറക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത രാവ് എന്താണ്? ലൈലത്തുൽ ഖദ്റാണ്. അള്ളാഹു സെലക്ട് ചെയ്ത മാസം റമദാൻ, അതുപോലെ തന്നെ അത് തെരഞ്ഞെടുത്ത ഒരു രാവ് എന്നുള്ളത് ലൈലത്തുൽ ഖദ്റാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനെ അല്ലാഹു ഇറക്കിയത്. ഈ ഖുർആൻ മാത്രമല്ല ആ മാസത്തിൽ ഇറക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇബ്രാഹിം നബിയുടെ ആ സുഹഫ് ഇബ്രാഹിം മൂസ എന്ന് പറയുന്ന ആ സുഹഫ് ഇറങ്ങിയത് റമദാനിന്റെ ആദ്യ രാത്രിയിലാണ്. തൗറാത്ത് അല്ലാഹു ഇറക്കിയത് ആ റമദാന്റെ 6ാമത്തെ ദിവസത്തിലാണ്. ഇഞ്ചീൽ അല്ലാഹു സുബ്ഹാനഹു ഇറക്കിയത് ആ റമദാനിന്റെ 13-ലാണ്. അതേപോലെ തന്നെ സബൂർ അല്ലാഹു ഇറക്കിയത് ആ റമദാനിന്റെ 18-ലാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കാൻ സെലക്ട് ചെയ്ത ദിവസം റമദാൻ 24-ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ഇറക്കിയത്. ഇത് പണ്ഡിതന്മാർ കൃത്യമായി ഹദീസുകൾ വെച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ 3 ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണ് ഈ ഖുർആൻ, ഈ റമദാൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പരിശുദ്ധ ഖുർആനും ഈ പിന്നെ നോമ്പും, ഈ ഖുർആനും നോമ്പും മനുഷ്യർക്ക് അല്ലാഹു ശുപാർശ ചെയ്യുന്നു. മനുഷ്യർക്ക് ശുപാർശ ചെയ്യുന്ന ഒന്നാണ് ഖുർആനും അതുപോലെ തന്നെ ഈ പിന്നെ റമദാനും. മഹാനായ റസൂലുള്ളാഹി ഷഫീആനി, അത് രണ്ടും ശുപാർശകന്മാരാകുന്നു. ഖുർആൻ ശുപാർശകയാണ്, അതുപോലെ തന്നെ ഈ റമദാനും മനുഷ്യർക്ക് ശുപാർശ. ഹുജ്ജത്തുൻ ലക വ ഹുജ്ജത്തുൻ അലൈക, ഈ നോമ്പ് എന്താണ്? ശുപാർശയാണ്. അതേപോലെ തന്നെ ഈ ഖുർആൻ ശുപാർശയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി, ഒരു മനുഷ്യനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിൽ അവൻ കിടക്കുമ്പോൾ ആ 2 കാര്യം, ഒന്ന് ഖുർആനും അവന്റെ നോമ്പും ആ മനുഷ്യർക്ക് ശുപാർശകനായി വരും. വയഖൂൽ ഖുർആൻ, ആ സമയത്ത് ഖുർആൻ പറയും റബ്ബി മനഅതു അന്നൗമ ബില്ലൈൽ, പ്രശുദ്ധമായ ഖുർആൻ മനുഷ്യർക്ക് അനുകൂലമായി പറയും റബ്ബിന്റെ മുമ്പിൽ വെച്ച്, അല്ലാഹുവേ എന്നെ പാരായണം ചെയ്തുകൊണ്ട് അവൻ ഉറക്കം ഉപേക്ഷിച്ച് എന്നെ പാരായണം ചെയ്തവനാണ്. ആ ഖുർആൻ സാക്ഷി പറയും. ഖുർആൻ ഒരു ആയത്തോടും വലിയൊരു പേജോടും ഉറക്ക് വരെ നമുക്ക് മടി വരും. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി പലതും കാണാൻ വേണ്ടി മൊബൈൽ തുറക്കുമ്പോൾ പലതും നമ്മൾ നോക്കാൻ വേണ്ടി സമയങ്ങൾ കളയുന്നു. പക്ഷെ ഖുർആന്റെ ഒരു പേജ് ഓടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉറക്ക് കടന്നു വരും. പക്ഷേ നാളെ ഖിയാമത്ത് നാളിൽ വസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി, ഒരു അടിമക്ക് പരിശുദ്ധമായ ഖുർആൻ ആ നോമ്പും സാക്ഷി പറയും. വയഖൂൽ ഖുർആൻ, ഖുർആൻ പറയും റബ്ബി മനഅതു നൗമ ബില്ലൈൽ, അല്ലാഹുവേ രാത്രി അവൻ എനിക്ക് വേണ്ടി ഉറക്കമുള്ളവനാണ്. അതുകൊണ്ട് ഫശഫഅനി ഫീ, എന്റെ വിഷയത്തിൽ നീ അവനക്ക് ശുപാർശ ചെയ്യണേ, ആ ശുപാർശ നൽകണേ, അവർക്ക് നീ റെക്കമെൻഡ് നൽകണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ പരിശുദ്ധമായ ഖുർആൻ പറയുമെന്ന് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ നമ്മൾ ഓതുന്ന സമയത്ത് അത് പാരായണം ചിന്തിച്ചു കൊണ്ടുപോകണം. ഒരാൾക്കാർ റമദാനായിട്ട് ഇങ്ങനെ ഖത്തം തീർക്കണം, 1 2 3 4 ഖത്തം തീർക്കും. പക്ഷേ ഖുർആൻ നമ്മൾ തദബ്ബുറോട് കൂടിയാണ് ഓതുന്നത്. ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് അതിന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ നമ്മൾ പറയുന്ന കൽപ്പനകളുണ്ട്, നിരോധിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്, കഥകളുണ്ട്, പല സംഭവങ്ങളുണ്ട്. ഏതൊക്കെ ഹറാമുകൾ ഏതൊക്കെ ഹലാലുകൾ ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യന്റെ മാർഗദർശനമാണ്. അപ്പം ഖുർആൻ ഓതുമ്പോൾ അത് അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഖുർആന്റെ അനുഭൂതി, അതിന്റെ രസം, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സംസാരിക്കുന്നത് പോലെ ഉണ്ടാവും. അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് പോലെയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ, ആ ഫാത്തിഹന്റെ ആ കൃത്യമായ അർത്ഥം നമ്മൾ കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ ആശയം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഒരു വലിയ ഹൈറുകളും ധാരാളം അറിവുകളും അതിൽ കൂടി കിട്ടും, ധാരാളം രസം കിട്ടും, അവന്റെ മനസ്സിൽ വല്ലാത്ത അനുഭൂതി ഉണ്ടാവും. അതുകൊണ്ട് ഖുർആൻ തദബ്ബുറോടുകൂടി
മനസ്സിലാക്കിയിട്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. മഹാനായ ഇമാം സർകശി പറയുന്നു, മല്ലം യകുൽ ലഹു ഇൽമുൻ വഫഹ്മുൻ വതഖ്വ വതദബ്ബുർ ലം യുദ്രിക് മിൻ ലദ്ദത്തിൽ ഖുർആൻ ശൈഅൻ. ഒരാൾക്ക് അറിവില്ല, അത് മനസ്സിലാക്കാനുള്ള അറിവില്ല, അതിൽ തദബ്ബുർ ഖുർആൻ ചിന്തിക്കുന്നില്ല എങ്കിൽ ലം യുദ്രിക് മിൻ ലദ്ദത്തിൽ ഖുർആൻ ശൈഅൻ, ഖുർആന്റെ ഒരു രസം പോലും അവന് കിട്ടില്ല. ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഖുർആൻ അർത്ഥം മനസ്സിലാക്കാൻ ഖുർആന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ഖുർആന്റെ ആശയങ്ങളും അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. ഖുർആന്റെ ക്ലാസ്സുകൾ വന്നിരുന്ന് പഠിക്കണം നമ്മൾ. എന്നാലും മാത്രമേ അത് മനസ്സിലാവൂ. വീട്ടിലിരുന്ന് എന്താവില്ല, ഖുർആൻ അർത്ഥം മനസ്സിലാവൂല. അപ്പൊ ഖുർആൻ ഓതുമ്പോൾ ആ ഒരു അറിവ് കിട്ടിയാൽ, സൂറത്ത് ത്വാഹ നമ്മൾ പഠിക്കുന്നു, സൂറത്തുൽ കഹ്ഫ് പഠിക്കുന്നു, സൂറത്തുൽ മറിയം പഠിക്കുന്നു, സൂറത്തുൽ നാസ് പഠിക്കുന്നു, അത് കൃത്യമായി അതിന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ രസം മനസ്സിലുണ്ടാവും. അതാ മഹാനായ ഇമാം സർകശി, അദ്ദേഹം വലിയ ഖുർആന്റെ പണ്ഡിതനാണ്. അദ്ദേഹം തഫ്സീർ സർകശി എന്ന തഫ്സീറിനുണ്ട്. അദ്ദേഹം പറയുന്നത്, മല്ലം യകുൽ ലഹു ഇൽമുൻ, ആ വിഷയം ഖുർആന്റെ വിഷയത്തിലുള്ള ഒരു അറിവ് ഒരാൾക്കില്ല, അവനക്ക് അതിനെപ്പറ്റി ഫഹ്മില്ല, അവനക്ക് അതിനെക്കുറിച്ച് തദബ്ബുർ ചിന്തയില്ല എങ്കിൽ ലം യുദ്രിക് മിൻ ലദ്ദത്തിൽ ഖുർആൻ ശൈഅൻ, ഖുർആന്റെ ഒരു രസം അവനിക്ക് അനുഭവിക്കാൻ സാധിക്കില്ല, രസം കിട്ടൂല. അതുകൊണ്ട് ഖുർആൻ എന്താക്കണം, അത് കൃത്യമായി മനസ്സിലാക്കണം. മഹാനായ ഇമാം ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഖുർആൻ വിഷയത്തിൽ ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ തഫ്സീർ ത്വബരി, ലോകത്തിന് പ്രസിദ്ധമായ തഫ്സീറാണ് തഫ്സീർ. അദ്ദേഹം പറയുന്നത്, ഇന്നി ലഅജബു മിമ്മൻ ഖറഅൽ ഖുർആൻ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ധാരാളം ധാരാളം ഈ നിലക്കുള്ള ഇത്ര വലിയ ഒരു തഫ്സീർ എഴുതിയ ആ മഹാപണ്ഡിതൻ പറയുന്നത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്ത് മിമ്മൻ ഖറഅൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ ഓതുന്നു, പക്ഷേ വലം യഅലം തഅ്വീലഹു, അതിന്റെ വ്യാഖ്യാനം അവനിക്കറിയുന്നില്ല, അതിന്റെ അർത്ഥം അറിയുന്നില്ല, അതിന്റെ ആശയം അറിയുന്നില്ല. വെറുതെ ഇങ്ങനെ ഖുർആൻ അവൻ പാരായണം ചെയ്യുന്നു. കൈഫ യതലദ്ദദു ബിഖിറാഅതി, അവന്റെ ഖുർആൻ പാരായണം കൊണ്ട് എങ്ങനെ രുചി അവന് കിട്ടും? ആ ഖുർആന്റെ രുചി അവന് കിട്ടും. അല്ലെ, നമ്മൾ ഓരോ വസ്തു കഴിക്കുമ്പോൾ ഓരോ രുചി കിട്ടും. ഖുർആന്റെ ഒരു ആസ്വാദനം കിട്ടണം, അതിന് രസം കിട്ടണം. അതുകൊണ്ട് എന്താണ് ഖുർആൻ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളെ അല്ലാഹു വിമർശിച്ചുകൊണ്ട് പറയുന്നു. തഫ്സീർ ഇബ്നു കസീർ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അത് ആരെപ്പറ്റിയാ പറഞ്ഞത്? കപട വിശ്വാസികളായ ആൾക്കാരെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഐ ആബൽ മുനാഫിഖീന ബിഇറാദി അൻ തദബ്ബുരി ഫിൽ ഖുർആൻ വതഫക്കുരി ഫീഹി വഫീ മആനിഹി. മുനാഫിക്കുകൾ അല്ലാഹു ആക്ഷേപിക്കുന്നത് എന്താണ്? അവർ ഒരിക്കലും ഖുർആൻ ചിന്തിക്കില്ല. അപ്പൊ മനസ്സിലാക്കുക, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല എങ്കിൽ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു നിഫാഖ് ഉണ്ട്. നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തോ നിഫാഖ് കടന്നുകൂടിയിട്ടുണ്ട്. എന്താ കാരണം? ഖുർആൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആബൽ മുനാഫിഖൂന അൻത, നമ്മൾ പൊതുവെ ഓർമ്മയത്തൻ അഫലാ യതദബ്ബറുൽ ഖുർആൻ, അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ? ആരോട് പറയുന്നത്? ഇത് മുനാഫിഖുകളെ കപട വിശ്വാസങ്ങളോട് പറയുന്നത്. ആ വിശ്വാസം വെച്ചു കൊടുക്കുന്ന നമ്മളാണെങ്കിൽ നമ്മളോടുള്ള സംസാരമാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ലേ? അഫലാ യഖറഊനൽ ഖുർആൻ, അവർ എന്തുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുന്നില്ല, ചോദിക്കുന്നില്ല? അഫലാ യഖ്തിമുൽ ഖുർആൻ, അവർ എന്തുകൊണ്ട് ഖുർആൻ ഖതം തീർക്കുന്നില്ല എന്ന് അല്ലാഹു ചോദിച്ചിട്ടില്ല. വയത്ലൂന കിതാബല്ലാഹി ഹഖ്ക തിലാവതി, അവർ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യും ഹഖ്ക തിലാവതി, പാരായണം ചെയ്യുന്നത് പോലെ. കുറേ തജ്വീദ് മാത്രം പഠിച്ചു കാര്യമില്ല. കുറേ തജ്വീദ് പഠിച്ചു, പക്ഷെ അർത്ഥം ചെയ്യില്ല. തജ്വീദ് പഠിക്കുന്ന നിർബന്ധമല്ല, വാജിബല്ല, മുസ്തഹബായ അഫ്ളലായ സാധനം. പക്ഷെ ഖുർആന്റെ അർത്ഥവും ആശയും അതിന്റെ വിശദീകരണം പഠിക്കൽ അത് വാജിബാണ്. അത് അല്ലാഹു ഇറക്കിയ നമ്മൾക്ക് വേണ്ടി. അതുകൊണ്ട് ആബിൽ നോക്കിയത് അവർ എന്താ, കപട വിശ്വാസികൾ
അൻ തദബ്ബുരി ഫിൽ ഖുർആനി ഖുർആൻ ചിന്തിക്കുന്നതിനെ അവർ മാറിക്കള അവർ ചിന്തിക്കൂല അതിന്റെ അർത്ഥമോ ആശയമോ ഒന്നും അവർ ചിന്തിക്കാതെ പാരായണം ചെയ്യുന്ന അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫലാ യതദബ്ബറൂന ഖുർആൻ. ആ കപട വിശ്വാസികൾ അവർ ഖുർആൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ജൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി അൻത ജൽ ഖുർആന റബീഅ ഖൽബി. അല്ലാഹുവേ ഈ ഖുർആനിന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ റബ്ബേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട നബിയെ താങ്കളുടെ ഹൃദയത്തിലേക്കാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. ആ ഖുർആൻ വഹിയായി ഇറങ്ങിയ ആ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഒരു ദിവസം 6 അത് 4 3 ജുസുകൾ ഓതി പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിൽ കരയുന്ന പ്രവാചകൻ അല്ലെ. മഹദിയായ ആയിഷ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെ നിസ്കരിക്കുന്നത്? തങ്ങളെ ആ കാൽപാദം വ്രണം പെരുമാറ് നീര് കെട്ടുമാർ നിലക്ക് അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നബിയെ എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത്? എന്താ നമസ്കാരം? വെറുതെ നിൽക്കലല്ല. ആ നമസ്കാരം സൂറത്തുൽ ബഖറ, അതേ റക്അത്ത് സൂറത്തുൽ ആലി ഇംറാൻ, ഇങ്ങനെ ദൈർഘ്യമായ പാരായണം. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഈ ഖുർആനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ റബ്ബേ. അതുകൊണ്ട് നമ്മൾ എന്താകണം? റബ്ബിനോട് എപ്പോഴും ആ പ്രാർത്ഥന ഉണ്ടാകണം. പ്രാർത്ഥന ഹദീസുകൾ വന്ന് പ്രാർത്ഥന നേരെ പഠിക്കണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്. മഹാനായ റസൂലുള്ളാഹി ഏകദേശം 4ഓളം സഹാബാക്കളെ പറ്റി എടുത്തു അവരിൽ നിന്നാണ് ഖുർആൻ പഠിക്കേണ്ടത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അല്ലെ. ഏകദേശം 4 സഹാബാക്കളുണ്ട്. അതിൽപ്പെട്ട പ്രഗൽഭനായ ഇങ്ങനെയുള്ള മലിന ശരീരമുള്ള ഒരു സഹാബിയാണ്, കാണാത്തതൊന്നുമില്ല. ആ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നത് വസയത്തി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും. അതെപ്പോ പറയുന്നത്? റസൂൽ വഫാത്തിന് ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കാലഘട്ടത്തിലാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് എന്താണ് ആ കാലം വന്നു കഴിഞ്ഞാൽ ആ കാലം വന്ന ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന്റെ പണ്ഡിതന്മാർ വളരെ കുറവായിരിക്കും. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ധാരാളം ഉണ്ടാകും. എന്നുവെച്ചാൽ ഖുർആന്റെ തദബ്ബുറോടുകൂടി അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ വിശദീകരണം പഠിക്കുന്ന അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാൾക്കാർ. ഞാൻ ഗൾഫിൽ പഠിത്തു പോയ സമയത്ത് എന്റെ മുമ്പിലേക്ക് ഒരു പ്രായം ചെന്ന 80 വയസ്സിലാവും ആ മനുഷ്യന്റെ അടുക്കിലേക്ക് വന്ന് അദ്ദേഹത്തിന് ഖുർആൻ ഓതാൻ അറിയില്ല. ഒരു ഗുജറാത്തിയാണ് അദ്ദേഹം. അങ്ങനെ ഖുർആൻ ഞാൻ പാരായണം ചെയ്തപ്പോൾ അല്ലെ നിനക്ക് തജ്വീദ് അനുസരിച്ച് ഞാൻ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ആ മനുഷ്യൻ കരയുന്നു. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നീര് ധാരധാരി ഒഴുകുന്നു. വിങ്ങിപ്പൊട്ടി അദ്ദേഹം കരയുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയില്ല, ഓതാൻ അറിയില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കും. എന്നുവെച്ചാൽ ഇത്രയും പ്രായമായിട്ട് ഖുർആൻ കൃത്യമായി അറിയില്ല. എന്തിനു വേണ്ടിയാ വന്നത്? സൂറത്ത് ഖുർആന് മനഃപ്പാഠമാക്കാൻ വേണ്ടി വന്നതും. ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി, അർത്ഥമറിയാൻ വേണ്ടി. എത്ര പ്രായം? 19 വയസ്സുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഖുർആൻ മനഃപ്പാഠമാക്കണം. എന്റെ ഈ എളിയവനായ എന്നിൽ നിന്ന് അല്പം ഖുർആൻ കേട്ടപ്പോൾ അദ്ദേഹം കരയുന്നു. അപ്പൊ നമ്മൾക്ക് തദബ്ബുറാണ്. അതുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ എന്താണ് ഖലീലുൻ ഫുഖഹാഉഹു, ഖുർആൻ അർത്ഥം മനസ്സിലാക്കുന്ന, അത് അറിയുന്ന, അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർ പോലും വളരെ തുച്ഛമാണ്. അതുപോലെ തന്നെ അതിനെ പാരായണം ചെയ്യുന്നവർ ധാരാളം ഉണ്ടാകും. ഖുർആൻ ഹർഫെല്ലാം കൃത്യമായി അറിയാം അല്ലെ. അത് അതിന്റെ നിയമങ്ങളെല്ലാം അതിൽ കാറ്റിൽ പറത്തും നിയമങ്ങളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരില്ല അല്ലെ. എല്ലാം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജീവിതം ഖുർആനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താക്കണം? കൃത്യമായി മനസ്സിലായി. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നമാ നസലൽ ഖുർആൻ
ഖുർആൻ ഇറക്കിയതിന് വേണ്ടിയാണ്, അത് അമൽ ചെയ്യാൻ വേണ്ടിയാണ്. ഖുർആൻ ഇറക്കിയത് അള്ളാഹു അത് അമലിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷേ മനുഷ്യന്മാർ ഓത്ത് അമലാക്കി മാറ്റി. ഓതല് മാത്രം അമല്, അതിങ്ങനെ പാരായണം ചെയ്തത് മാത്രം അമലാക്കി അല്ലെ. 1, 2, 3 10 ഖത്തം ഖുർആൻ തിരിയോ. ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല, 10 ഖത്തം തീർത്തിട്ടോ. അപ്പൊ അത് ഓത്തമലാക്കി. വലിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ഖുർആനിന്റെ അമൽ? അള്ളാഹു ഹലാലാക്കിനെ ഹലാലാക്കണം. അള്ളാഹ് എന്തൊക്കെ ഹലാലാക്കി അത് ഹലാലാക്കി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു ഖുർആനിൽ കൂടി എന്തൊക്കെ ഹറാമാക്കി സംശയമുണ്ടാകാൻ പാടില്ല. പലിശ ഹറാമാക്കിയോ അങ്ങോട്ട് പോകാൻ പാടില്ല. അത് വാഹനമാകട്ടെ, അത് കച്ചവടം ഉഷാറാക്കാൻ വേണ്ടിയാകട്ടെ, നല്ല വലിയ വാഹനമാകാൻ വേണ്ടിയാകട്ടെ, വലിയ ഭവനമുണ്ടാക്കാൻ വേണ്ടി എന്താക്കിയാലും ശരി, ഹറാമിന്റെ പലിശയുടെ പൈസ ഉണ്ടോ അത് ഹറാമ തന്നെയാണ്. അല്ലാഹു ഖുർആൻ ഹറാമാക്കിയത് ഹറാമാക്കണം. അള്ളാഹുവിന്റെ കൽപ്പന കൃത്യമായി അംഗീകരിച്ച് ജീവിക്കണം. അള്ളാഹ് എന്തൊക്കെ പറഞ്ഞു ജീവിച്ചോളൂ. നെരിയാണി താഴെ വസ്ത്രം പറ്റൂല, താടി പഠിക്കാൻ പറ്റും, താടി പഠിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന സമയത്ത് പിന്നെന്താണ് കൃത്യമായി സൂക്ഷിക്കണം. പള്ളിയിൽ സംസാരിക്കാൻ പറ്റില്ല. ഇന്ന് പല പള്ളികളും റമദാൻ ആയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ബഹളം, ഒരു ശ്രദ്ധയില്ല. പള്ളി എന്ന് വെച്ചാൽ അവിടെ തമാശ കളിക്കേണ്ട, വർത്താനം പറയണ്ട, അതൊരു മൊബൈൽ നമ്മൾ കളിക്കേണ്ട, അല്ല ഓടിക്കളിക്കേണ്ട ഒരു സ്ഥലമല്ല യഥാർത്ഥത്തിൽ പള്ളി. പല ഇന്ന് പള്ളിയിൽ ചില പിന്നെ തറാവിക്കൊണ്ട് പല ആൾക്കാർ പള്ളിയിലേക്ക് വരും. മക്കളെയും കൂട്ടിയ പള്ളിയിലേക്ക്, മക്കളെ കൂട്ടി പള്ളിയിൽ വരിക എന്നുള്ളത് ഒരു പ്രശ്നമല്ല, ഇസ്ലാം വിലക്കുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ കൃത്യമായി മാതാപിതാക്കൾ ആ മക്കളെ അതിന്റെ കൃത്യമായ നിയന്ത്രണത്തിൽ നിർത്തണം. അല്ലാതെ നമസ്കരിക്കുന്ന ആൾക്കാരെ മുമ്പിൽ കൂടി നടന്നു പോകാൻ പറ്റില്ല. ഒരാൾ നമസ്കരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ 40 വർഷം അവിടെ അദ്ദേഹം നമസ്കരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ 40 വർഷം കൊണ്ട് നിൽക്കണം. അപ്പുറം കിടക്കാൻ പറ്റില്ല. അത്ര മാത്രം 40 വർഷം നിൽക്കണമെന്നല്ല, അത്രയും ദൂരം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ്. പല ആൾക്കാർ നമസ്കരിക്കുന്നത് അവന്റെ ഖുശ്വലം പോയി. അവന്റെ ഖുശ്വൽ പോകാനുള്ള കാരണം ആ കുട്ടിയല്ല, ആ കുട്ടിയെ കൊണ്ടുവന്ന ശ്രദ്ധിക്കാതെ മാതാപിതാക്കൾ. അതുകൊണ്ട് എല്ലാം നടക്കും. ദീനിന്റെ ഓരോ വിഷയം അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചോ അത് കൃത്യമായി കൊണ്ടുവരണം. അത് ന്യായങ്ങളോ മറുന്യായങ്ങളോ വ്യാഖ്യാനങ്ങളോ നമുക്കനുസരിച്ച് പറയാനും പറ്റില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പിന്നെ മഹാനായ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്ന അത്ഭുതം, ആ അള്ളാഹുവിന്റെ കൽപ്പന, അവന്റെ നിരോധനങ്ങൾ, എന്തൊക്കെ കാര്യം അള്ളാഹു അത്ഭുതകരമായി പറഞ്ഞു, അതിന്റെ മുമ്പിൽ നമ്മൾ നിന്നോളാം. ഇതിന്റെ അപ്പുറം ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ നിറക്ക് പ്രസിദ്ധമായ ഖുർആൻ നമ്മളെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ഊസികും സാലിഅൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യാൻ ഉപദേശിക്കുന്നു. പരിശുദ്ധമായ റമദാൻ, ആ റമദാനെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്മൾ നിർവഹിക്കുന്ന നോമ്പ് മറ്റ് കർമ്മങ്ങളെ പോലെയല്ല. സക്കാത്താകട്ടെ, സദഖയാകട്ടെ, ഹജ്ജാകട്ടെ, മറ്റേത് കർമ്മങ്ങളാലും നമസ്കാരമാകട്ടെ, അതെല്ലാം മനുഷ്യന്മാർ കാണാൻ പറ്റും. പക്ഷേ നോമ്പിന്റെ അവസ്ഥ ആരും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി കുല്ലു അമലി ഇബ്നി ആദം ലഹു, എല്ലാ മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാത്തിനും പ്രതിഫലമുണ്ട്. ഇല്ല സൗം, നോമ്പൊഴികെ. എല്ലാത്തിനും ഒരു പ്രതിഫലം മഹാനായ അല്ലാഹു മുഖേന പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോമ്പൊഴികെ അതെനിക്കുള്ളതാണ്,
ആ നോമ്പ് എനിക്കുള്ള അതിന്റെ പ്രയോജനം ഞാൻ തരും. തരണമെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കണം, നാവിനെ സൂക്ഷിക്കണം. ആ നോമ്പ് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ കുടുംബബന്ധമായി ഒരു ബന്ധമില്ലെങ്കിലോ? നോമ്പൽ നോക്കുന്നുണ്ട്, കുടുംബമായിട്ടൊരു ബന്ധമില്ല അല്ലെ? പള്ളിയിൽ കയറി ജനങ്ങൾ നല്ല മനുഷ്യന്മാർ, പക്ഷെ വീട്ടിൽ ഭാര്യയോട് ക്രൂര സ്വഭാവം, അയൽവാസം ക്രൂര സ്വഭാവം, കുടുംബക്കാട് വളരെ മോശ സ്വഭാവം. കുടുംബബന്ധം മുറിച്ച അവസ്ഥയിൽ നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ പ്രതിഫലം വാനാജീവി തന്നെ കിട്ടൂല. നിങ്ങൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോമ്പ് മുറിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് നോമ്പ് മുറിക്കണം. ബിസ്മില്ലാ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അതല്ല, അത് ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനയല്ല. എന്താണ് ചെയ്യേണ്ടത്? എന്ത് നമ്മൾ വെള്ളം കുടിക്കും ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നോമ്പ് മുറിക്കുക. ഇത് ദാഹം മാറിയാൽ എന്നർത്ഥം. ദാഹം പോയി, ദാഹം മാറി. നരമ്പുകളെല്ലാം നനഞ്ഞു അല്ലെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രയാസപ്പെട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നോമ്പെടുത്ത മനുഷ്യന്മാർ നമ്മൾക്ക് അറിയുന്നില്ല. പല ആൾക്കാരും അല്ലെ കൈവണ്ടിയിൽ ഒന്തി അല്ലെ ചുമടെടുത്ത് രാവിലെ വൈകുന്നേരം വരെ പ്രയാസപ്പെട്ട് നോമ്പെടുക്കുന്ന മനുഷ്യന്മാർ, അവർക്കതിന്റെ കൂടുതലാണ്. നമ്മളെന്താക്കണം? ആ പ്രാർത്ഥന എന്റെ നരമ്പുകൾക്ക് നനവ് അതൊന്ന് കിളിർത്തു. മൂന്നാമത്തെ കാര്യം രണ്ട് കാര്യം നമുക്ക് ക്ലിയർ ആയിരിക്കും. അജ്ർ പ്രതിഫലം സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ആ നോമ്പ് മുറിക്കുന്നതിനോടൊപ്പം തന്നെ പ്രതിഫലം സ്ഥിരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? ആ നോമ്പിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ മറ്റുള്ള കാരണം പോലെ കൃത്യമായ വിശ്വാസത്തോടെ ഒരാൾ ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ നോമ്പ് ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ പാവങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോ ഒന്ന് വിശ്വാസം, അഖീദകളിൽ, രണ്ട് നമ്മളെ ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ, നാവുകൾ എല്ലാം സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെ, എല്ലാ ബന്ധങ്ങളെല്ലാം കൃത്യമായി ഇന്ന് പോയി, ഇന്ന് ആരൊക്കെ ബന്ധം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയി അങ്ങോട്ട് സലാം, ഏറ്റവും ഹൈറായവനാരാ? അങ്ങോട്ട് പോയി സലാം പറഞ്ഞുകൊണ്ട് മനസ്സെല്ലാം ക്ലിയറാക്കി ശുദ്ധമാക്കി ആ നിലക്കുണ്ടാക്കണം. നോമ്പിന് അങ്ങോട്ട് വരവേൽക്കണം. ഇന്ന് രണ്ടാമത് നോമ്പിലേക്ക് കടന്നിരിക്കാൻ പറ്റും. അതുകൊണ്ട് നോമ്പൊഴികെയുള്ള ബാക്കി എല്ലാത്തിന്റെ മനുഷ്യ ചെയ്യുന്ന അമലുകളുണ്ട്, ഓരോ പ്രതിഫലമുണ്ട്. പക്ഷേ ആ നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ധാരാളം വിഷയങ്ങൾ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട വിഷയം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട പല കാര്യം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ നിർവഹിക്കുന്ന പാവങ്ങളും കുറ്റകൃത്യങ്ങളും എല്ലാം നീ വിട്ടുകൊടുത്ത് മാത്രമാക്കി തന്നെ റബ്ബേ. നമ്മളെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ പലരും ഇന്ന് ഖബറിലാണ് ജീവിച്ചിരിക്കുന്നവരാണ്. ഖബറുള്ളവർക്ക് അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്ക് ആഫിയത്തും ആരോഗ്യവും അവരെല്ലാ രോഗത്തിനും മുക്തമായ അവസ്ഥയിൽ അല്ലാഹുവേ അവർ നല്ലൊരു സുഖജീവിതം ഈ ദുനിയാവിൽ നൽകണ റബ്ബേ. നാളെ പാലത്തിലുള്ള നമ്മളെല്ലാവരും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار، فإنا بئس الدار وبئس المثوى وبئس القرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.